എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിൽ പോയാലോ. അങ്ങനെ നമ്മുടെ മഹേഷ് ദേഷ്യപ്പെട്ട് നമ്മുടെ എന്താ പറയുക റൂമിലേക്ക് വരികയാണ്. അതിൻ്റെ ഇടയിൽ ഇഷിതയുടെ വീട്ടിലാണെങ്കിൽ അമ്മയും ആശുവൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആശു പറയുന്നു ഇത് മനസ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നമാകും. അപ്പോൾ പ്രിയാമണി പറയുന്നു ഇവിടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം നിന്നെയാണല്ലോ മോളെ ബാധിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആശു പറയുന്നു എന്തായാലും ഈശ്വരേട്ടന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പറയും ഒരു മകൾക്ക് സന്തോഷം വരുമ്പോൾ ഒരു മകളുടെ ജീവിതം ഇങ്ങനെയാകുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ ഒരു അമ്മയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിയാമണി കരയെ അവിടെ കിടന്ന്. അപ്പോൾ ആശ്വസിപ്പിക്കും. പിന്നീട് മഹേഷ് ദേഷ്യപ്പെട്ട് അവിടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ ചോദിക്കും എന്താ പറ്റിയ മോനെ ചോദിക്കും, അമ്മ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ പറയും അവൾ അടുത്ത വീട്ടിൽ ഫ്ലാറ്റിൽ കൊച്ചിനെ കാണാൻ പോയി എന്ന് പറയും. അപ്പോൾ പറയും ആ രചന എല്ലാം അറിഞ്ഞു, ഇവിടെ നിന്ന് ആരോ പറഞ്ഞിട്ടാണെന്ന് പറയും. അങ്ങനെ ദേഷ്യപ്പെട്ട് മഹേഷ് റൂമിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇത് കേട്ട മഞ്ജിമയ്ക്ക് മനസ്സിലാവും രചന തന്നെ പറ്റിച്ചല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി അകത്തേക്ക് വരികയാണ്. അപ്പോൾ രാമൻ പറയും ഇങ്ങനെ മഹേഷ് ദേഷ്യപ്പെട്ട് വന്നിട്ടുണ്ട്, മഞ്ജിമ ഈ രചന വിളിച്ചെന്നൊക്കെ പറയും. അപ്പോൾ സ്വപ്നവല്ലിക്ക് മനസ്സിലാവും ഇത് മഞ്ജിമ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ മഞ്ജിമയുടെ അടുത്ത് ചെന്നിട്ട് പറയും നീ സത്യം പറയാൻ പറയും, അല്ലെങ്കിൽ നിൻ്റെ ചെകിട് അടിച്ച് പൊട്ടിക്കുന്നു പറയും. അപ്പോൾ പറയും ഞാൻ പറഞ്ഞു പോയാന്ന് അമ്മയെന്ന് പറയും. അങ്ങനെ തല്ലാൻ നോക്കുമ്പോഴത്തേനും മഞ്ജിമ കൈ കൂപ്പി നിന്ന് കരയും. അങ്ങനെ മനസ്സിനെ അങ്ങനെ സ്വപ്നവല്ലി സോപ്പിട്ട് മഞ്ജിമ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ സ്വപ്നവല്ലി അങ്ങനെ പോയപ്പോഴത്തേനും മഞ്ജിമ സ്വയം മനസ്സിൽ പറയുകയാണ് ഈ കുടുംബം കൊണ്ടു കൊണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയുള്ളെന്ന്. അങ്ങനെ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഹേഷ് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അച്ഛനുമായിട്ട് സംസാരിക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് ആരോ പറഞ്ഞതാണെന്ന് പറയും. അപ്പം നമ്മുടെ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരും. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്, ഈ 101-ലുള്ളവർക്കും എല്ലാം അറിയാമല്ലോ, അവിടെ നിന്നാണ് പോയെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെ വഴിമാറ്റി വിടുകയാണ്. അങ്ങനെ മഹേഷ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. 101-ലേക്കാണ് തോന്നുന്നു പോയത്. അപ്പം നമ്മുടെ രാമൻ പറയുന്നു നീ എന്തിനാ അവനെ പറഞ്ഞ് വഴിതിരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ഇവിടെ നിന്ന് ആരാ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ സ്വപ്നവല്ലിയുടെ മുഖമൊക്കെ അങ്ങ് പോകും. അപ്പം മഹേഷ് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ഇഷിത മാത്രമാണ്, എൻ്റെ വിരൽത്തുമ്പിൽ ഒരു കൈ മാത്രമേ ഉള്ളൂ, അതും ഇഷിതയുടെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയാമണിയാണ് മൗനവ്രതം എടുക്കുകയാണ്. പ്രിയാമണിയാണ് ഓരോന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷിത എന്ന് പ്രിയാമണിയെ സന്തോഷിപ്പിക്കാൻ നോക്കും. പക്ഷേ പ്രിയാമണി അതിലൊന്നും വീഴത്തില്ല. പിന്നീട് നമ്മുടെ രചനയാണെങ്കിൽ ഈ മഹേഷിനെ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും പരിശ്രമിക്കുകയാണ്. കൂടുതൽ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. മഹേഷ് അവളുടെ അടുത്ത് വരുന്നതും തൊടുന്നതും പിടിക്കുന്നതൊക്കെ. അപ്പം മഹേഷിനോട് വീണ്ടും നമ്മുടെ രചനയ്ക്ക് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ രചന ആദിയോട് പറയുന്നു ഞാൻ നമ്മുടെ ചിപ്പുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറയും, നീയും വരണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും ഞാൻ വരില്ല, അമ്മയും പോകുന്നില്ല, മമ്മിയും പോകുന്നില്ല, അവൾ അവിടെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ്, അവളുടെ സന്തോഷം കളയാൻ ഞാൻ തയ്യാറാകത്തില്ല, മമ്മിയും പോകരുതെന്ന് പറയും. അങ്ങനെ ആദ്യം ഒരു ഉറച്ച തീരുമാനം അവിടെ എടുക്കുകയാണ്. പക്ഷേ രചനയ്ക്ക് കിട്ടുന്ന അവസരമൊന്നും രചന കളയത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.